ഓക്കെ, നിങ്ങൾ പലരും ഫോർമുല 1 റേസ് കാണുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഫോർമുല 1 ക്വാളിഫയേഴ്സ് കാണുന്നവരായിരിക്കാം. പക്ഷെ ക്വാളിഫയിങ് റേസോ അല്ലാതെ ഫ്രീ പ്രാക്ടീസ് സെക്ഷൻ കാണുന്നത് നല്ലൊരു കാര്യമാണ്. ഓക്കെ, ഫ്രീ പ്രാക്ടീസ് കാണേണ്ടതിന് ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം റേസിനിടയിലാണ് ക്വാളിഫയേഴ്സിലും ഓഡിയൻസ് ഉണ്ട്. നമ്മളൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ല എക്സൈറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ കമൻറ്റേറ്റേഴ്സും എക്സൈറ്റഡ് ആയിരിക്കും. അപ്പോൾ അവർ കൂടുതലും ആ റേസിനെ കറൻ്റ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കത്തുള്ളൂ. പക്ഷേ ഈ ഫ്രീ പ്രാക്ടീസ് സെഷൻസിലും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്താണെന്ന് ഞാൻ പറയാം. ഫ്രീ പ്രാക്ടീസ് സെഷൻസിൽ റേസ് ഡേയിലെ അല്ലെങ്കിൽ ക്വാളിഫയർ ഡേയ്സിലെ പോലെ അത്ര സ്ട്രെസ് ഉണ്ടാകത്തില്ല, മീൻസ് അത്ര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകത്തില്ല. ആ സമയത്ത് കമൻറ്റേറ്റേഴ്സ് തമ്മിലും അവർ കമൻറ്റ് ചെയ്യുന്നതിനിടയിലും ചില ജോക്സ് ഒക്കെ പറയും. അതുപോലെ തന്നെ ആ വീക്കിൽ നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഏതൊക്കെ ടീം തമ്മിലാണ് കോമ്പറ്റീഷൻ വരുന്നത്, അല്ലെങ്കിൽ ട്വിറ്ററിലും അതേപോലെ തന്നെ റെഡിറ്റിലും ഒക്കെ വരുന്ന ഫാൻസിൻ്റെ കുറേ തിയറീസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയമാണ്. പിന്നെ പറയാനുള്ളത്, ഫ്രീ പ്രാക്ടീസ് സെഷൻ്റെ ഇടയിലാണ് നമ്മുടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടീംസ് അവരുടെ ഡ്രൈവേഴ്സിൻ്റെ അപ്ഡേറ്റ്സ്, കാറിൻ്റെ അപ്ഡേറ്റ്സ്, എന്താണ് കാറിനകത്ത് എന്തൊക്കെ ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്, ഡ്രൈവേഴ്സ് പുതിയതായിട്ട് സ്ട്രാറ്റജി കൊണ്ടുവന്നിട്ടുണ്ട്, എൻ്റയർലി ആ ടീമിനെ കുറിച്ചുള്ള എൻ്റയർ കാര്യങ്ങൾ അറിയാൻ പറ്റും. അതുമാത്രമല്ല, ഈ സമയത്ത് കമൻറ്റേറ്റേഴ്സ് ട്രാക്കിനടുത്ത് തന്നെ നിൽക്കും. അവർ കംപ്ലീറ്റ്ലി ആ ഒരു ഫ്രീ പ്രാക്ടീസ് വാച്ച് ചെയ്തിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്ന ഒരു സെക്ഷനാണത്. നമ്മുടെ ഫേവററ്റ് ടീംസ് മാത്രമല്ല, മറ്റു ടീംസുകളും ഇതേപോലെ എന്തെങ്കിലും മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ സ്ട്രാറ്റജി, അവരുടെ കാറിൽ വന്ന പുതിയ കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു പർട്ടിക്കുലർ ട്രാക്കിൽ, ഒരു സർക്യൂട്ടിൽ വർഷത്തിൽ ഒരു തവണ എല്ലാ റേസ് നടന്നിട്ടുള്ളൂ. അതേസമയം തന്നെ ഇപ്പോൾ നമ്മൾ ഫ്രീ പ്രാക്ടീസ് തൊട്ട് കാണുകയാണെങ്കിൽ ഫ്രീ പ്രാക്ടീസ് നമുക്ക് 2 സെക്ഷനുണ്ട്. അതുപോലെ ക്വാളിഫയിങ് ഉണ്ട്, ചിലപ്പോൾ സ്പ്രിന്റ് റേസ് ഉണ്ടെങ്കിൽ അത്, പിന്നെ റേസ്. അപ്പോൾ ഇത്രയും തവണ നമ്മൾ ആ സെയിം ട്രാക്കിനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ സെയിം ട്രാക്കിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് കണ്ടീഷൻസ് ആണുള്ളത്, അല്ലെങ്കിൽ അവിടെ വെതർ കണ്ടീഷൻസ് എന്താണ്, ടേൺസ് എന്തൊക്കെയാണ്, ആ ഓരോ ടേൺസിലും ഉള്ള സ്ട്രാറ്റജി എങ്ങനെയാണ്, എപ്പോഴാണ് ബ്രേക്ക് ചെയ്യുന്നത്, ആ ടേൺ എങ്ങനെയാണ്, ഹൈ സ്പീഡ് കോർണേഴ്സിൽ എങ്ങനെയാണ് കോർണർ എടുക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, മുൻവർഷങ്ങളിൽ ഇതേ സർക്യൂട്ടിൽ റേസ് നടന്നപ്പോൾ ഓരോ ടേണിലും നടന്ന എക്സൈറ്റിംഗ് ആയിട്ടുള്ള മൊമെൻറ്റ്സ്, ഏത് ഡ്രൈവറിനെ ഓവർടേക്ക് ചെയ്തു എന്നുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ട്രാക്കിനെ കുറിച്ച് കൂടുതലായിട്ട് അക്വൈൻറ്റഡ് ആവാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ കൂടെ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കൂടുതൽ F1 റിലേറ്റഡ് അല്ലെങ്കിൽ മോട്ടോർ സ്പോർട്ട് റിലേറ്റഡ് വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും.